ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 5ാമത്തെ പാഠഭാഗമായിട്ടുള്ള സംസ്കാരവും സാംസ്കാരിക വൈവിധ്യങ്ങളും എന്നുള്ള പാഠഭാഗവും അതിലെ പ്രവർത്തനങ്ങളുമാണ്. അപ്പോൾ മുഴുവൻ പാഠഭാഗവും ഒരു വീഡിയോയിലായിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, പക്ഷേ ഫുൾ ചാപ്റ്റർ ആയിട്ടാണ് നോക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സംസ്കാരവും സാംസ്കാരിക വൈവിധ്യങ്ങളും എന്നാണ് പറയുന്നത്. സംസ്കാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, നമ്മുടെ നാടിന് അതിൻ്റേതായ സംസ്കാരങ്ങളുണ്ട് അല്ലേ, അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടുള്ള വൈവിധ്യങ്ങളുമുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യ പല നിറങ്ങളും ഭാഷകളും പാരമ്പര്യങ്ങളുമുള്ള രാജ്യമാണ്. വടക്ക് മഞ്ഞു മൂടിയ ഹിമാലയം മുതൽ തെക്ക് കടലോരങ്ങൾ വരെ ഓരോ പ്രദേശത്തിനും തനതായ സംസ്കാരമുണ്ട്. എണ്ണമറ്റ ഉത്സവങ്ങളുടെയും സംഗീതത്തിൻ്റെയും നാടാണ് നമ്മുടേത്. വ്യത്യസ്തങ്ങളായ നൃത്തരൂപങ്ങൾ ഓരോന്നും നമ്മുടെ ജനങ്ങളുടെ വ്യത്യസ്തമായ കഥകൾ പറയുന്നു. എന്നിരുന്നാലും ഈ വൈവിധ്യങ്ങൾക്കിടയിൽ മഹത് വ്യക്തികളായ ചിന്തകരുടെയും യോദ്ധാക്കളുടെയും ജീവിതകഥകളാൽ സമ്പന്നവും ശക്തവുമായ ഐക്യബോധം നാം പങ്കിടുന്നുണ്ട്. ഭിന്നതകളെ ഉൾക്കൊള്ളാനും വൈവിധ്യത്തിൽ ഐക്യം കണ്ടെത്താനുമുള്ള കഴിവിലാണ് ഇന്ത്യയുടെ ശക്തി കുടികൊള്ളുന്നത്. ഇന്ത്യയെ കണ്ടെത്തൽ എന്നുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം, ഇന്ത്യ എന്ന് പറയുന്നത് വളരെ വൈവിധ്യമുള്ള ഒന്നാണെങ്കിൽ പോലും അതിലുമുണ്ട് ഐക്യവും അതുപോലെ തന്നെ എന്താ പറയുക ശക്തവും സമ്പന്നവുമായിട്ടുള്ള ജീവിത കഥകളും മറ്റുമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതിലെല്ലാം നമ്മൾ ഐക്യമാണ്, പക്ഷെ പല കാര്യങ്ങളിലും വ്യത്യസ്തതയും പുലർത്തുന്നുണ്ട്. ഇന്ത്യയുടെ വൈവിധ്യത്തെക്കുറിച്ച് നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിൽ കുറിച്ച വാക്കുകളാണിവ. എന്തൊക്കെ വൈവിധ്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? എന്തൊക്കെയാണ് പറയുന്നത്? ഭാഷ, കലാരൂപങ്ങൾ, സംഗീതം, ഉത്സവങ്ങൾ, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ, നൃത്തരൂപങ്ങൾ, ഇതിലെല്ലാം വൈവിധ്യമുണ്ടെന്നാണ് ജവഹർലാൽ നെഹ്റു പറയുന്നത്. മിലേ സുർ മേരാ തുമാരാ തോ സുർ ബനെ ഹമാരാ സുർ കി നദിയാം ഹർ ദിശാസെ ബഹ്തെ സാഗർ മേ മിലെ. എൻ്റെ സ്വരവും നിങ്ങളുടെ സ്വരവും ഒത്തുചേർന്നു നമ്മുടെ സ്വരമായി മാറി എന്നാണ് പറയുന്നത്. ഇതിൽ വ്യക്തമാക്കുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ഒരു വലിയ ആശയത്തെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഐക്യം ശക്തിപ്പെടുത്താനായി 1988 രചിക്കപ്പെട്ട മിലേ സുർ മേരാ എന്ന് തുടങ്ങുന്ന ഗാനത്തിൻ്റെ ഏതാനും വരികളാണിവ. നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയം പ്രതിഫലിപ്പിക്കുന്ന വിവിധ ഭാഷകളിലെ വരികൾ കോർത്തിണക്കിയ തയ്യാറാക്കിയ ഈ ഗാനം വ്യത്യസ്ത നദികൾ ഒരൊറ്റ സമുദ്രത്തിൽ ലയിക്കുന്നത് പോലെ വ്യത്യസ്ത മനുഷ്യരും സംസ്കാരങ്ങളും ആശയങ്ങളും കൂടിച്ചേരുമ്പോൾ മനോഹരമായ ഒരുമയുണ്ടാകുന്നു എന്നതാണ് ഈ ഗാനത്തിന്റെ സന്ദേശം. ഈ ഐക്യം വ്യക്തിതലത്തിൽ മാത്രമല്ല സാമൂഹിക തലത്തിലും പ്രധാനമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്? നമ്മുടെ ദേശത്തിൻ്റെ ഐക്യം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്. ദേശീയ ഐക്യം പ്രതിഫലിപ്പിക്കുന്ന മലയാളത്തിലെ കവിതകളോ ഗാനങ്ങളോ കണ്ടെത്തി ക്ലാസ്സിൽ സംഘമായി അവതരിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഗാനങ്ങളുണ്ട്. നമ്മൾ ദേശഭക്തി ഗാനങ്ങളായിട്ട് പാടാറുണ്ട് അല്ലേ, നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലൊക്കെ പാടാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കളക്ട് ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാം. ഇനി എൻ്റെ കേരളം സുന്ദര കേരളം, കേരളപ്പിറവിയോട് അനുബന്ധിച്ച് തയ്യാറാക്കിയ ബ്രോഷർ നിരീക്ഷിക്കൂ. നമുക്കും ഇതുപോലെ ഒരു ബ്രോഷർ തയ്യാറാക്കിയാലോ? വിവിധ ഗ്രൂപ്പുകളുമായി തിരിയുക. സാമൂഹ്യ ശാസ്ത്ര ലാബിലെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെയോ കേന്ദ്ര ഭരണ പ്രദേശത്തെയോ സംബന്ധിക്കുന്ന ഡിജിറ്റൽ ബ്രോഷർ തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത്. ഭാഷ, വേഷം, കല, ആഘോഷങ്ങൾ, വിനോദം, ഭക്ഷണം മുതലായ വിവരങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക. ഇനി നോക്കൂ താഴേക്ക്. രാജസ്ഥാനിൽ നിന്ന് തൊഴിലിനായി കേരളത്തിൽ വന്ന് സ്ഥിരതാമസമാക്കിയ ഒരു കുടുംബത്തിലെ അംഗമാണ് ഋദ്ധി. ചോലവനം ഗവൺമെൻറ് UP സ്കൂളിലെ വിദ്യാർത്ഥിയായ ഋദ്ധി തൻ്റെ കൂട്ടുകാർക്കായി പങ്കുവെച്ച സന്ദേശം വായിക്കും. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് നമ്മുടെ സ്കൂളിലെ വിശേഷങ്ങൾ? ഹരിയാലി തീജ് ആഘോഷത്തിലാണ് ഞാൻ എൻ്റെ നാട്ടിലേക്ക് വന്നത്. ശ്രാവണ മാസത്തിലാണ്, അഥവാ കേരളത്തിലെ ചിങ്ങമാസത്തിലാണ് ഞങ്ങൾ തീജ് ആഘോഷിക്കാറുള്ളത്. കേരളത്തിൽ ഓണത്തിന് ഊഞ്ഞാലിടാറുണ്ടല്ലോ. തീജ് ആഘോഷത്തിന് ഞങ്ങളും ഇവിടെ ഊഞ്ഞാലിടാറുണ്ട്. പുതുവസ്ത്രങ്ങൾ, മധുര പലഹാരങ്ങൾ, ബന്ധുവീടുകളിലേക്കുള്ള വിരുന്നുപോക്ക്, അങ്ങനെ ഒത്തിരി സവിശേഷങ്ങൾ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായുണ്ട്.
പുഷ്കർ മേളയും ഗജമേളയും ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. ഇത്തരം ആഘോഷവേളകളിൽ പുരുഷന്മാർ തലപ്പാവും കോട്ടുമാണ് ധരിക്കാറുള്ളത്. സ്ത്രീകൾ പാവാടയും ചോളിയും സാരിയും ധരിക്കാറുണ്ട്. കൂടുതൽ വിശേഷങ്ങൾ ഇനി നേരിട്ട് പറയാം. ഓണത്തിന് മുമ്പേ ഞാനങ്ങെത്തും. ഞങ്ങൾ പാകം ചെയ്ത ഇവിടുത്തെ സ്പെഷ്യൽ മധുര പലഹാരം നിങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ടുവരാം. ഇതാണ് ഋതി എഴുതിയിട്ടുള്ളത്. അഥവാ രാജസ്ഥാനിൽ നടക്കുന്ന തീജ് എന്നുള്ള ആഘോഷത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഓണത്തോട് സാമ്യമുള്ള എന്തെല്ലാം സവിശേഷതകളാണ് രാജസ്ഥാനിലെ തീജ് ആഘോഷത്തിനുള്ളത്? എന്തൊക്കെയാണ്? മലയാള മാസമായ ചിങ്ങത്തിലാണ് ഓണം ആഘോഷിക്കുന്നത്. അതേസമയം ചിങ്ങത്തിന് തുല്യമായ ശ്രാവണ മാസത്തിലാണ് തീജ് ആഘോഷിക്കുന്നത്. ഓണത്തെ പോലെ ഊഞ്ഞാലാടുന്നതും പുതുവസ്ത്രം ധരിക്കുന്നതും മധുര പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതും ബന്ധുവീടുകളിൽ വിരുന്നു പോകുന്നതും തീജ് ആഘോഷത്തിലും കാണാം. അപ്പോൾ അതൊക്കെ ഓണത്തിലും ഉണ്ട്, തീജ് ആഘോഷത്തിലും ഉണ്ട്. ഇനി കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്തെല്ലാം സവിശേഷതകളാണ് രാജസ്ഥാനിൽ കാണാൻ കഴിയുന്നത്? എന്തൊക്കെയാണ് അതിൽ സവിശേഷതയായിട്ടുള്ളത്? ഒന്ന്, അവിടുത്തെ ഉത്സവങ്ങൾ വർണ്ണാഭമായതും സംഗീതമയവും മരുഭൂമിയിലെ പാരമ്പര്യങ്ങളും നിറഞ്ഞതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒട്ടകമേളയിൽ ഒന്നായ പുഷ്കർ മേളയിൽ ഒട്ടക മത്സരങ്ങൾ, അലങ്കരിച്ച മൃഗങ്ങൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവ ഉൾപ്പെടുന്നു. ഇത്തരം ആഘോഷവേളകളിൽ പുരുഷന്മാർ തലപ്പാവും കോട്ടും ധരിക്കുന്നു. സ്ത്രീകൾ പാവാടയും ചോളിയും സാരിയും ധരിക്കാറുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. ഇനി രാജസ്ഥാനിലെയും കേരളത്തിലെയും ഭക്ഷണം, വസ്ത്രം, ആചാരങ്ങൾ, ആഘോഷങ്ങൾ എന്നിവയിലെ ചില സാമ്യങ്ങളും വ്യത്യാസങ്ങളും നാം പരിചയപ്പെട്ടല്ലോ. ഓരോ നാടിനും ഇത്തരത്തിൽ ധാരാളം സവിശേഷതകൾ കാണാൻ കഴിയും. നിങ്ങളുടെ പ്രദേശത്തെ പ്രധാന ആഘോഷങ്ങൾ, ഭാഷ, വേഷം, ഭക്ഷണം, കലാകായിക വിനോദങ്ങൾ, സ്മാരകങ്ങൾ മുതലായവയെ സംബന്ധിച്ച് മുതിർന്നവരോട് അന്വേഷിച്ചിട്ട് താഴെയുള്ള ഈ ആശയപടം പൂർത്തിയാക്കണം. ഇതിൽ എന്താണ് ഭക്ഷണങ്ങൾ എന്ന് എഴുതുക. നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും ഇപ്പോൾ കേരളത്തിൽ പൊതുവായിട്ടുള്ള ഭക്ഷണ രീതി തന്നെയാണ് ചോറ്, മീൻകറി അല്ലെങ്കിൽ സാമ്പാർ, ആ രീതിയിലാണ് നമ്മൾ വരാറ്. വേഷം എന്ന് പറയുന്നത് സാരി, അതുപോലെ അല്ലെങ്കിൽ ചുരിദാർ, പാവാട, ബ്ലൗസ്, ഇതൊക്കെ തന്നെയാണ് ധരിക്കാറുള്ളത്. ഭാഷ മലയാളമാണ്. ആഘോഷം ഓരോ പ്രദേശത്തും ചിലപ്പം വ്യത്യസ്ത ആഘോഷങ്ങൾ നടക്കാറുണ്ടാവും. അത് നിങ്ങൾ മുതിർന്നവരോട് ചോദിച്ച് എഴുതുക. വിനോദവും എഴുതുക. നിങ്ങളുടെ പ്രദേശത്ത് എന്തെങ്കിലും സ്മാരകം ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ എഴുതി കൊടുക്കുക. ഇനി പൂർത്തിയാക്കിയ ആശയപടം അടിസ്ഥാനമാക്കി എൻ്റെ നാട് എന്ന തലക്കെട്ടിൽ വിവരണം തയ്യാറാക്കി സ്കൂൾ വിക്കിയിൽ ചേർക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അത് കൂട്ടുകാർ ചെയ്തു നോക്കുക. എൻ്റെ നാട് എന്ന വിവരണത്തിൽ നാം ഉൾപ്പെടുത്തിയിരിക്കുന്ന സവിശേഷതകൾ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെ കുറിക്കുന്നു, അല്ലേ? അപ്പോൾ എന്താണ് സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണം, വേഷം, ഭാഷ തുടങ്ങിയവ ചേർന്നതാണ് നമ്മുടെ സംസ്കാരം രൂപപ്പെടുന്നത്. നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയും സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. സമൂഹത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ നമുക്ക് പരമ്പരാഗതമായി ലഭിക്കുന്നതാണ് സംസ്കാരം. മനുഷ്യരുടെ എല്ലാ നേട്ടങ്ങളെയും സംസ്കാരം എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ. ഇനി E.B. ടൈലർ 1871 പ്രസിദ്ധീകരിച്ച പ്രിമിറ്റീവ് കൾച്ചർ എന്ന പുസ്തകത്തിലെ ആദ്യ വരികളിലെ സംസ്കാരത്തെ ഇങ്ങനെ നിർവചിച്ചിരിക്കുന്നു: സമൂഹത്തിലെ ഒരു അംഗമെന്ന നിലയിൽ മനുഷ്യൻ ആർജിച്ച വിജ്ഞാനം, വിശ്വാസം, കല, സദാചാരങ്ങൾ, നിയമം, സമ്പ്രദായങ്ങൾ, മറ്റു കഴിവുകൾ, ശീലങ്ങൾ എന്നിവയുടെ സങ്കീർണമായ ആകെ തുകയാണ് നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പം ഇതാണ് 1871 പ്രസിദ്ധീകരിച്ച പ്രിമിറ്റീവ് കൾച്ചർ എന്ന പുസ്തകത്തിൽ പറയുന്നത്. സംസ്കാരമാണ് മനുഷ്യരെ മറ്റ് ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഇപ്പോൾ ആടിനോ പശുവിനോ സംസ്കാരം ഉണ്ടോ? ഇല്ല. അപ്പോൾ ഓരോ വ്യക്തിയും ഓരോ സാംസ്കാരിക പശ്ചാത്തലത്തിലാണ് ജനിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ജനിക്കുന്ന പോലെ ആയിരിക്കില്ല ഇപ്പോൾ ഇംഗ്ലണ്ടിലെ അല്ലെങ്കിൽ അമേരിക്കയിലെ ഒരാൾ ജനിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും ജനിക്കുന്നതിനനുസരിച്ചിട്ടാണ് ഓരോ സംസ്കാരങ്ങൾ ഉടലെടുക്കുന്നത്, അല്ലെങ്കിൽ സംസ്കാരങ്ങൾ അയാളുമായിട്ട് പ്രതിപാദിക്കുന്നത്. പ്രക്രിയയിലൂടെ, സാമൂഹികരണ പ്രക്രിയയിലൂടെയാണ് സോഷ്യലൈസേഷൻ. ഓരോ വ്യക്തിയും സ്വന്തം സംസ്കാരം ആർജിക്കുന്നതാണ്. ഇനി എന്താണ് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ, സാമൂഹികരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നാം എങ്ങനെ പെരുമാറണമെന്നും ഇടപെടണമെന്നും പഠിച്ചെടുക്കുന്ന പ്രക്രിയയാണ് സാമൂഹികരണം. ഇത് ജനനം മുതൽ ആരംഭിച്ച് ജീവിതകാലം മുഴുവൻ തുടരുന്നു. കുടുംബം, വിദ്യാഭ്യാസം, കൂട്ടുകാർ, മാധ്യമങ്ങൾ തുടങ്ങിയവയെല്ലാം സാമൂഹികരണ പ്രക്രിയയെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സാമൂഹികരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി കല, സംഗീതം, സാഹിത്യം, തത്വചിന്ത, മതം, ശാസ്ത്രം എന്നിവയെല്ലാം സംസ്കാരത്തിൻ്റെ വിവിധ ഘടകങ്ങളാണ്. ഇവയെല്ലാം മനുഷ്യനിർമ്മിതമല്ലേ? അതിനാലാണ് സംസ്കാരം മനുഷ്യനിർമ്മിതമാണെന്ന് കരുതുന്നത്. അപ്പോൾ സംസ്കാരം എന്ന് പറയുന്നത് മനുഷ്യനായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. സംസ്കാരത്തിൽ ഭൗതികവും ഭൗതികേതരവുമായിട്ടുള്ള ഘടകങ്ങളുണ്ട്. പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നതും രൂപമുള്ളതുമായ ഭക്ഷണം, വസ്ത്രം, വീട്ടുപകരണങ്ങൾ മുതലായവ ഭൗതിക സംസ്കാരത്തിൻ്റെ അഥവാ മെറ്റീരിയൽ കൾച്ചറിൻ്റെ ഘടകങ്ങളാണ്. എന്നാൽ പ്രകടമായി
നോക്കിക്കാണാനാവാത്തതും രൂപമില്ലാത്തതുമായ വിശ്വാസങ്ങളെ, ചിന്തകള്, ആശയങ്ങള് മുതലായവ ഭൗതികേതര സംസ്കാരത്തിന്റെ അഥവാ നോൺ മെറ്റീരിയൽ കൾച്ചറിന്റെ ഭാഗവുമാണ്. ഈ ചുവടെ നൽകിയിരിക്കുന്ന ഭൗതിക സംസ്കാരം, ഭൗതികേതര സംസ്കാരം എന്നിങ്ങനെ തരംതിരിച്ച് പട്ടികപ്പെടുത്താനാണ് പറയുന്നത്. കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതാനും പറയുന്നുണ്ട്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? മലയാളം, ഷർട്ട്, പുസ്തകം, മതവിശ്വാസങ്ങൾ, പാത്രങ്ങൾ, വീട്, ബാഗ്, സ്നേഹം, വാച്ച്, ഫോണ്, മൺവെട്ടി, ബഹുമാനം, ജ്ഞാനം, ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഭൗതികേതര സംസ്കാരം മെറ്റീരിയൽ കൾച്ചറിൽ വരുന്നത് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഭൗതികേതര സംസ്കാരം നോൺ മെറ്റീരിയൽ കൾച്ചറിൽ വരുന്നത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഭൗതിക സംസ്കാരത്തിൽ വരുന്നത് പാദരക്ഷകൾ, കാറ്, കുട, ഫോണ്, മൺവട്ടി, ബാഗ്, വാച്ച്, പാത്രങ്ങൾ, പുസ്തകം. ഓക്കെ, അപ്പോൾ പുസ്തകം എന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കുക. പുസ്തകം, അതുപോലെ തന്നെ ഷർട്ട് എന്നുള്ളത് ഇതിൽ വരുന്നതാണ്, അവിടെ എഴുതാൻ മറന്നുപോയതാണ്. കൂടാതെ കമ്പ്യൂട്ടർ, ഇതൊക്കെ എഴുതുക. ഇനി ഭൗതികേതര സംസ്കാരത്തിൽ എഴുതേണ്ടത് മലയാളം, മതവിശ്വാസങ്ങൾ, അതുപോലെ തന്നെ സ്നേഹം, ബഹുമാനം, ജ്ഞാനം, പാരമ്പര്യങ്ങൾ, ദേശസ്നേഹം, ധാർമ്മികത, ആദരവ്, ഇതൊക്കെ വരുന്നത് ഭൗതികേതര സംസ്കാരങ്ങളിലാണ്. അപ്പോൾ ഇത് രണ്ടും വേർതിരിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുക അവിടെ വേണ്ടതുള്ളൂ. ഇനി അടുത്തത് ആഘോഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സംസ്കാരം എന്ന് പറയുന്നത് എന്തൊക്കെ ചേരുന്നതാണ്? ആഘോഷം, ഭാഷ, പാരമ്പര്യം, കല, ആചാരം, പെരുമാറ്റം, പ്രതീകം, ഭക്ഷണം, വേഷം, വിശ്വാസം, ഇതെല്ലാം കൂടിയുള്ളതാണ് ഒരു സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ചേർന്നതാണ് സംസ്കാരമായിട്ട് വരുന്നത്. ഇനി ആശയപഠനം നിരീക്ഷിച്ച് സംസ്കാരത്തിൻ്റെ ഘടകങ്ങൾ എന്നിവയെ വിശദീകരിച്ചുകൊണ്ട് കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ എഴുതാം? മനുഷ്യൻ എങ്ങനെ ജീവിക്കുകയും സ്വയം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് കാണിക്കുന്ന നിരവധി ഘടകങ്ങൾ സംസ്കാരത്തിൽ അടങ്ങിയിരിക്കുന്നു. വിശ്വാസങ്ങൾ സമൂഹങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് കാണിക്കുന്നു. അതേസമയം ആഘോഷം, കലകൾ എന്നിവയിലൂടെ സന്തോഷവും ഒരുമയും കൊണ്ടുവരുന്നു. ആളുകൾ അവരുടെ ഭാഷ പങ്കിടുന്നു, പാരമ്പര്യങ്ങൾ പിന്തുടരുന്നു, ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നു, പെരുമാറ്റത്തിലൂടെ ദയ കാണിക്കുന്നു. പ്രതീകം, ഭക്ഷണം, കല, വേഷം എന്നിവയെല്ലാം അവർ ആരാണെന്നും എന്തിനെയെല്ലാം വിലമതിക്കുന്നുവെന്നും പറയാൻ സഹായിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇതെല്ലാം പോയിന്റുകളും ജസ്റ്റ് എഴുതിയിട്ട് ഒരു കുറിപ്പ് പോലെ എഴുതിയാൽ മാത്രം മതി. ഇനി ലോകത്താകമാനം വൈവിധ്യമാർന്ന സമൂഹങ്ങളും സംസ്കാരങ്ങളും നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ സംസ്കാരവും വൈവിധ്യങ്ങളെ സമ്പന്നമാണ്. അനേകം മത, ജാതി, ഗോത്ര വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മുടേത്. ഓരോ വിഭാഗത്തിനും തനതായ പാരമ്പര്യവും സംസ്കാരവും ഉണ്ട്. അതുപോലെ വൈവിധ്യമാർന്ന ഭാഷകളും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഒരു ഭാഷ മാത്രമാണോ? അല്ല. കേരളത്തിൽ മലയാളം മാത്രമാണെങ്കിലും ഇപ്പം തമിഴ്നാട്ടിൽ തമിഴാണ്, കർണാടകയിൽ പോയ കന്നഡയാണ്, കന്നഡ, തെലുങ്കു, ഇതൊക്കെ ഉണ്ട്. അങ്ങനെ അങ്ങോട്ട് പോകും തോറും ഒരു രാജ്യത്ത് തന്നെ ഒന്നിലധികം ഭാഷകളും സംസാരിക്കുന്നവരുണ്ട്. പക്ഷേ കേരളത്തിൽ മാത്രം മലയാളം മാത്രമാണ് സംസാരിക്കുന്നത് എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മുടെ കറൻസി നമുക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോൾ ആ കറൻസിയിൽ എത്ര ഭാഷകളാണ് ഉള്ളത്? ഏതൊക്കെയാണ്? കറൻസിയിൽ 17 ഭാഷകളാണ് അച്ചടിച്ചിട്ടുള്ളത്. അതിൽ 15 പ്രാദേശിക ഭാഷകളും അത് കൂടാതെ ഹിന്ദിയും ഇംഗ്ലീഷും ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ഭാഷകൾ? അസമീസ്, ബംഗാളി, ഗുജറാത്തി, കന്നഡ, കാശ്മീരി, കൊങ്കണി, മലയാളം, മറാത്തി, നേപ്പാളി, ഒറിയ, പഞ്ചാബി, സംസ്കൃതം, തമിഴ്, തെലുങ്ക്, ഉറുദു. ഒന്നുകൂടെ പറയാം. അസമീസ്, ബംഗാളി, ഗുജറാത്തി, കന്നഡ, കാശ്മീരി, കൊങ്കണി, മലയാളം, മറാത്തി, നേപ്പാളി, ഒറിയ, പഞ്ചാബി, സംസ്കൃതം, തമിഴ്, തെലുങ്ക്, ഉറുദു. ഇത്രയും ഭാഷകളാണ് നമ്മുടെ കറൻസിയിൽ ഉള്ളത്. ഇനി അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഭരണഘടനയിൽ ഉൾച്ചേർത്തിരിക്കുന്ന ഭാഷകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ 8ാം സ്കെഡ്യൂളിലാണ് പറഞ്ഞിട്ടുള്ളത് 22 ഭാഷകളാണുള്ളത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അസമീസ്, ബംഗാളി, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, കാശ്മീരി, കൊങ്കണി, മലയാളം, മണിപ്പൂരി, മറാത്തി, നേപ്പാളി, ഒഡിയ, പഞ്ചാബി, സംസ്കൃതം, സിന്ധി, തമിഴ്, തെലുങ്ക്, ഉറുദു, ബോഡോ, സന്താലി, മൈഥിലി, ഡോഗ്രി. ഇത്രയും 22 ഭാഷകളാണ് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ഭാഷകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി
വിവിധ രാജ്യങ്ങളുടെ സാംസ്കാരിക സവിശേഷതകൾ ഉൾപ്പെടുത്തിയ പോസ്റ്റർ തയ്യാറാക്കാം. ഗ്രൂപ്പുകളായി തിരിക്കുക. എന്നിട്ട് വ്യത്യസ്ത രാജ്യങ്ങളുടെ പേരുകൾ എഴുതിയ കാർഡുകളിൽ നിന്നും ഓരോന്നും ഓരോ ഗ്രൂപ്പ് എടുക്കുക. എന്നിട്ട് വായനാ സാമഗ്രിയുടെയും ഇന്റർനെറ്റിന്റെയും സഹായത്തോടെ ചുവടെ നൽകിയിരിക്കുന്ന സാംസ്കാരിക സവിശേഷതകളെ അടിസ്ഥാനമാക്കി പോസ്റ്റർ തയ്യാറാക്കാം. എന്തൊക്കെയാണ്? പരമ്പരാഗതമായിട്ടുള്ള അവിടുത്തെ വസ്ത്രധാരണം, പരമ്പരാഗതമായിട്ടുള്ള ഭക്ഷണം, വിനോദങ്ങൾ, ആഘോഷങ്ങൾ, ഭാഷ, കണ്ടുപിടുത്തങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് വ്യത്യാസമായിരിക്കുന്നത് എന്നതിനനുസരിച്ച് നിങ്ങൾ പോസ്റ്റർ തയ്യാറാക്കുക. ഇനി ലോകത്തെല്ലായിടത്തും നിലനിൽക്കുന്ന സംസ്കാരങ്ങൾ വ്യത്യസ്തമാണെന്ന് നമുക്ക് പറയാമല്ലേ. ഇത്തരത്തിൽ സംസ്കാരത്തിന് നിരവധി സവിശേഷതകളുണ്ട്. അവ ഏതൊക്കെയാണെന്നാണ് ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. സംസ്കാരത്തിന്റെ സവിശേഷതകൾ. ഒന്നാമത്തേതായിട്ട് വരുന്നത് സംസ്കാരം എന്ന് പറയുന്നത് പഠിച്ചെടുക്കുന്നതാണ്. കൾച്ചർ ഈസ് ലേൺഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നാണ് ഓണം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ വിദ്യാലയങ്ങളിലൊക്കെ ഓണം ആഘോഷിക്കാറുണ്ട്. അപ്പൊ ഇതിന് മുന്നൊരുക്കമായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? വീട് വൃത്തിയാക്കല്, പൂക്കളം ഒരുക്കല്, പുതിയ വസ്ത്രങ്ങൾ വാങ്ങല്, സദ്യ ഒരുക്കൽ, ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഓണാഘോഷത്തിന് വേണ്ടി ചെയ്യാറുള്ളത്. ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ എവിടെ നിന്നാണ് പഠിച്ചെടുത്തത്? നമ്മളെ വീട്ടിൽ നിന്ന് പഠിച്ചു അല്ലെ. പിന്നെ വീട്ടുകാരോ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പഠിച്ചു. അപ്പൊ ഇത് എവിടെ നിന്നാണ് പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ സംസ്കാരം ജന്മസിദ്ധമായി ലഭിക്കുന്ന ഒന്നല്ല. കുടുംബം, വിദ്യാലയം, കൂട്ടുകാർ, സമൂഹം എന്നിവയുമായിട്ടുള്ള ഇടപെടലുകളിലൂടെ നടക്കുന്ന സാമൂഹികരണ പ്രക്രിയ വഴി നാം ആർജിച്ചെടുക്കുന്നതാണ് ഒരു സംസ്കാരം എന്ന് പറയുന്നത്. മുതിർന്നവരെ ബഹുമാനിക്കുന്നത് എങ്ങനെയെന്ന് നാം കുടുംബത്തിൽ നിന്നാണ് പൊതുവെ പഠിക്കുന്നത്. സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് കുടുംബം, വിദ്യാലയം, കൂട്ടുകാർ, സമൂഹം എന്നിവിടങ്ങളിൽ നിന്നും നമ്മൾ പഠിക്കുന്നു. സമൂഹത്തെയും വ്യക്തികളെയും രൂപപ്പെടുത്തുന്നതിൽ സംസ്കാരം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു വ്യക്തി സ്വന്തം സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുകയും അത് ശീലിക്കുകയും ചെയ്യുന്നതാണ് സ്വസംസ്കാരാർജി എന്ന് പറയുന്നത്. ഓക്കെ, കൾച്ചറലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചെടുത്തിട്ടുള്ള ചില സംസ്കാര രീതികൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, ദേശീയ ഗാനം കേൾക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കണം എന്നുള്ളത് നമ്മുടെ സംസ്കാരമാണ് അല്ലേ. നമ്മൾ സ്കൂളിൽ നിന്നും പഠിച്ചെടുക്കുന്നതാണ്. അതുപോലെ മറ്റുള്ളവരെ സഹായിക്കുക, മുതിർന്നവരെ ബഹുമാനിക്കുക, എല്ലാവരോടും കരുണ കാണിക്കുക, നല്ല ഭക്ഷണശീലങ്ങൾ പുലർത്തുക, ഇതൊക്കെ നമ്മൾ പഠിച്ചെടുക്കുന്ന സംസ്കാര രീതികളാണ്. ഇനി രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത് സംസ്കാരം പങ്കുവെക്കുന്നതാണ്. കൾച്ചർ ഈസ് ഷെയർഡ്, നമ്മൾ ഷെയർ ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. ഇപ്പം വിദ്യാലയത്തിൽ നിങ്ങൾ കൂട്ടുകാരെ ഒന്നിച്ചിരുന്നല്ലേ ഓണസദ്യ കഴിക്കുന്നത്. അപ്പം ഇങ്ങനെ ഓണസദ്യ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അവിടെ എന്തൊക്കെ പ്രത്യേകതകളാണ് ഉണ്ടാവുന്നത്? എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. എല്ലാവരും ഒത്തുചേരുകയും സ്നേഹവും സൗഹൃദവും പങ്കുവെക്കുകയും ചെയ്യും അല്ലേ. പിന്നെ ഭക്ഷണത്തിലൂടെ നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും കൈമാറുന്നു. സദ്യ എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരമാണല്ലോ. അപ്പോൾ അത് നമ്മൾ കൈമാറുന്നത് ഈ ഒരു സദ്യ കഴിക്കുന്നതിലൂടെ തന്നെയാണ്. ഓണസദ്യ എന്നത് കേവലം ഭക്ഷണം മാത്രമാണോ? അല്ല അല്ലേ, നമ്മുടെ സംസ്കാരവും കൂടെയാണ്. സമൂഹത്തിൽ നാനാതുറകളിലുള്ളവർ ഒത്തുചേരുന്ന അനുഭവം കൂടിയല്ലേ. നിലത്തിരുന്ന് വാഴയിലയിൽ വിളമ്പിയ ഭക്ഷണം കഴിക്കുന്നത് പോലുള്ള പൊതു പാരമ്പര്യങ്ങൾ ഓണത്തിന്റെ ഭാഗമാണ്. അത് ഐക്യബോധവും സാമൂഹിക പങ്കാളിത്തവും വളർത്തുന്നു. ഭക്ഷണത്തിലൂടെയും ആഘോഷ ചടങ്ങുകളിലൂടെയും സംസ്കാരം കൂട്ടായി സ്വീകരിക്കുകയും കൈമാറുകയും ചെയ്യുന്നു. ഇപ്രകാരം സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ സംസ്കാരം പരസ്പരം പങ്കുവെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രദേശത്ത് കാണുന്ന ആഘോഷങ്ങളുടെ അല്ലെങ്കിൽ എന്തെങ്കിലും കാർഷിക മേളകൾ, കാർണിവൽ, ഫിലിം ഫെസ്റ്റിവൽ, സാഹിത്യോത്സവങ്ങൾ, ഉത്സവങ്ങൾ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചിത്രങ്ങൾ ശേഖരിച്ച് സാംസ്കാരിക സവിശേഷതകൾ ഉൾപ്പെടുത്തി ഒരു ചുമർ പത്രിക തയ്യാറാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അത് കൂട്ടുകാർ ചെയ്തു നോക്കുക. നിങ്ങളുടെ പ്രദേശത്ത് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ടാവും അല്ലേ. ഇനി സംസ്കാരം പ്രതീകാത്മകമാണെന്നാണ് പറയുന്നത്. കൾച്ചർ ഈസ് സിംബോളിക്. അപ്പോൾ നമ്മുടെ ദേശീയതയെ പ്രതിനിധീകരിക്കുന്ന എന്തെല്ലാം പ്രതീകങ്ങൾ നമുക്കറിയാൻ വേണ്ടി പറ്റും? ഒന്ന് ദേശീയ ഗാനം അല്ലേ, അതുപോലെ തന്നെ ദേശീയ മൃഗം, ദേശീയ പക്ഷി, ദേശീയ ചിഹ്നം, ദേശീയ പതാക, ഇതൊക്കെ നമ്മുടെ ദേശീയതയെ പ്രതിനിധീകരിക്കുന്ന പ്രതീകങ്ങളാണ്. ഇവിടെ നോക്കൂ, ഇതെന്താണ്? ഒന്ന് ദേശീയ ചിഹ്നമാണ്, അടുത്ത ദേശീയ പതാകയാണ്, അടുത്തത് ദേശീയ പക്ഷിയാണ് അല്ലേ. ചിത്രം നിരീക്ഷിക്കൂ. ഇന്ത്യൻ ദേശീയതയുടെയും സംസ്കാരത്തിൻ്റെയും ചില പ്രതീകങ്ങളാണിവ. ദേശീയ ഗാനം, ദേശീയ പതാക, ദേശീയ ഗാനം എന്നിവ നമ്മളിൽ ഉണ്ടാക്കുന്ന വികാരം ദേശീയതയാണ്. ദേശീയത ദേശസ്നേഹത്തെയും ദേശീയ ഐക്യത്തെയും പ്രതിനിധീകരിക്കുന്നു. ഇതുപോലെ ഭാഷ, ആംഗ്യങ്ങൾ,
അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ മുതിർന്നവരെയും അതിഥികളെയും കാണുമ്പോൾ കൈകൂപ്പുക എന്നുള്ളത് നമ്മുടെ ഒരു ആംഗ്യമാണ് അല്ലേ. വസ്തുക്കൾ അഥവാ സ്മാരകങ്ങൾ, മതചിഹ്നങ്ങൾ തുടങ്ങിയ പ്രതീകങ്ങൾ സംസ്കാരത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഈ പ്രതീകങ്ങൾ സംസ്കാരത്തെയും മൂല്യങ്ങളെയും പരിപോഷിപ്പിക്കാൻ സഹായിക്കുന്നു. അപ്പം നിങ്ങളുടെ പ്രദേശത്ത് സംസ്കാരത്തിന്റെ ഭാഗമായി കാണപ്പെടുന്ന പ്രതീകങ്ങളും അവയുടെ സവിശേഷതകൾ കണ്ടെത്തി ചുമർ പത്രിക തയ്യാറാക്കാം. ഇപ്പം മതത്തിൻ്റെതായിട്ടുണ്ടാവും അല്ലേ. ഇപ്പം നമ്മൾ പറയും എന്താ പറയുക, ചന്ദ്രൻ്റെ ആ ഒരു ചെറുത് കണ്ടാൽ നമുക്കറിയാം അത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ ഓം കണ്ടാൽ മനസ്സിലാവും നമുക്ക്. ക്രിസ്തുവിൻ്റെ അല്ലേ, ക്രിസ്ത്യൻ പള്ളിയുടേത് മനസ്സിലാവും. അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ചിഹ്നങ്ങൾ ഉണ്ടായിരിക്കും. അതൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് ഇന്നവുമായി ബന്ധപ്പെട്ടതാണല്ലേ. അപ്പോൾ അത് നിങ്ങൾ കളക്ട് ചെയ്യുക, എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു ചുമർ പത്രിക നിങ്ങൾ തയ്യാറാക്കുക. അടുത്തത് സംസ്കാരം എന്ന് പറയുന്നത് ചലനാത്മകമാണ്. കൾച്ചർ ഈസ് ഡൈനമിക് എന്നാണ് പറയുന്നത്. വിവാഹ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയ കൊച്ചുമക്കളോടും കൂട്ടുകാരോടും മുത്തശ്ശി വിവാഹ ആഘോഷത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് പറയാണ് ചെയ്യുന്നത്. എന്താണ് പറയുന്നത്? എൻ്റെ ചെറുപ്പകാലത്ത് വിവാഹങ്ങൾ വളരെ ലളിതമായിരുന്നു. ഞങ്ങളുടെ വിവാഹം നടന്നത് വീട്ടുമുറ്റത്തൊരുക്കിയ പന്തലിൽ വെച്ചായിരുന്നു. അടുത്ത ബന്ധുക്കളെയും കുടുംബക്കാരെയും മാത്രമേ ക്ഷണിച്ചിരുന്നുള്ളൂ. എൻ്റെ ബന്ധുക്കൾ ചേർന്നാണ് ഭക്ഷണം പാകം ചെയ്തത്. വിവാഹ ചടങ്ങുകളും ആചാരങ്ങൾക്കുമായിരുന്നു അന്നത്തെ കാലത്ത് ശ്രദ്ധ കൂടുതലുണ്ടായിരുന്നത്. എന്നാൽ എൻ്റെ കൊച്ചുമകളുടെ വിവാഹം ഒരു ഉത്സവം തന്നെയായിരുന്നു. മനോഹരമായി അലങ്കരിച്ച അതിവിശാലമായ ഓഡിറ്റോറിയം, വേദിയിൽ നിറയെ ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫർമാരും. ഞങ്ങളുടെ കാലത്ത് വിവാഹത്തിന് ഒരൊറ്റ ദിവസത്തെ ചടങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് മഞ്ഞൾ കല്യാണം, മൈലാഞ്ചി ഇടൽ തുടങ്ങി വിവാഹത്തിന് മുമ്പ് തന്നെ എന്തെല്ലാം പുതിയ ആഘോഷങ്ങളാണ്. വിവാഹത്തിൻ്റെ നടത്തിപ്പിന് തന്നെ എന്തെല്ലാം മാറ്റങ്ങൾ. ഇവന്റ് മാനേജ്മെന്റ് സംഘമായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്തിരുന്നത്. പാചകത്തിനും ഭക്ഷണം വിളമ്പാനും പ്രത്യേക സംഘം തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത വിഭവങ്ങൾ സദ്യയിൽ ഉണ്ടായിരുന്നു. ലളിതമായ ചടങ്ങിൽ നിന്നും വിവാഹ രീതികൾ എത്രമാത്രം മാറിയിരിക്കുന്നു എന്നാണ് മുത്തശ്ശി പറയുന്നത്. അപ്പോൾ നമുക്കറിയാം വിവാഹ രീതിയിൽ വന്നിട്ടുള്ള ആധുനിക പ്രവണതകൾ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണിവ. വിവാഹ ചടങ്ങുകളിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് മുത്തശ്ശി സൂചിപ്പിച്ചിട്ടില്ലേ. എന്തൊക്കെയാണ്? വിവാഹ സൽക്കാരത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിവാഹ വിരുന്നില്, വിവാഹ ചടങ്ങില്, മെഹന്തി, ഹൽദി, വിവാഹ ക്ഷണക്കത്ത്, സേവ് ദി ഡേറ്റ്, വീഡിയോഗ്രഫി അല്ലേ, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇന്ന് വിവാഹത്തിന് ഉള്ളത്. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ എന്നിങ്ങനെ എല്ലാവരും പങ്കെടുക്കുന്ന വിവാഹം ഒരു സാമൂഹിക കൂടിച്ചേരലാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ വികാസത്തോടെ വിവാഹം പോലുള്ള ചടങ്ങുകൾക്ക് വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആർഭാടങ്ങളുടെ ഭാഗമായി ധാരാളം പുതിയ തൊഴിൽ മേഖലകൾ വികസിച്ചു വരികയും ഒട്ടേറെ പേർക്ക് തൊഴിൽ ലഭ്യമാകുകയും ചെയ്യുന്നുണ്ട്. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉണ്ടല്ലേ. കാരണം ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ വന്നതോട് കൂടിയിട്ട് ഒരുപാട് ജോലി അവസരങ്ങളാണ് ഇന്ന് അതിലുള്ളത്. ലളിതമായ ചടങ്ങുകളിൽ നിന്നും അതിസങ്കീർണവും ചെലവേറിയതുമായ ആഘോഷങ്ങളിലേക്ക് വിവാഹങ്ങൾ മാറിയിരിക്കുന്നു. എന്നിരുന്നാലും വിവാഹത്തിന്റെ ആചാരങ്ങൾ മാറ്റങ്ങളോടുകൂടി പിന്തുടരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ. ഇങ്ങനെ സംസ്കാരം ഒരേ സമയം പാരമ്പര്യത്തെയും ആധുനികതയെയും ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ ഒരു 10 വർഷം മുന്നേ ഉണ്ടായിരുന്ന ഒരു വിവാഹ രീതിയല്ല ഇന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ മുത്തശ്ശിയൊക്കെ പറയുന്നതിൽ നിന്നും ഒരുപാട് ഇന്ന് വിവാഹമാണെങ്കിലും വേറെ എന്ത് പരിപാടിയാണെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഒരു ചോദ്യമുണ്ട്. നവമാധ്യമങ്ങളുടെ വികാസം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായ ഭക്ഷണം, വസ്ത്രം എന്നിവയെ സ്വാധീനിക്കുന്നുണ്ടോ? ക്ലാസ്സിൽ ഒരു ചർച്ച സംഘടിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കാലഘട്ടത്തിൽ നവമാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. സോഷ്യൽ മീഡിയ, ഓൺലൈൻ വാർത്താ മാധ്യമങ്ങൾ, യൂട്യൂബ്, ബ്ലോഗുകൾ തുടങ്ങിയ വഴി പുതിയ സംസ്കാരധാരകൾ വളരെ വേഗത്തിൽ നമ്മിലേക്ക് എത്തുന്നു. ഭക്ഷണ രീതികളിലും വസ്ത്രധാരണത്തിലും ഇതിൻ്റെ സ്വാധീനം വ്യക്തമാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലെ വിഭവങ്ങൾ കുറിച്ചുള്ള വീഡിയോകൾ, റിവ്യൂകൾ, റെസിപ്പികൾ എന്നിവ നമ്മുടെ ഭക്ഷണ രുചികളെ മാറ്റിമറിക്കുന്നു. ഇന്നത്തെ യുവതലമുറയിൽ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം വളർന്നു വരുന്നത് ഇതിൻ്റെ തെളിവാണ്. അതുപോലെ വസ്ത്രധാരണത്തിലും വലിയ മാറ്റം കാണാം. സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന ട്രെൻഡുകൾ അനുസരിച്ച് യുവാക്കൾ ഫാഷൻ പിന്തുടരുന്നു. നാട്ടിൻപുറ വസ്ത്രങ്ങൾ പോലും ഇന്ന് നവീകരിച്ച രൂപത്തിൽ വിപണിയിലെത്തുന്നു. എന്നാൽ നവമാധ്യമങ്ങൾ നമ്മുടെ പാരമ്പര്യ ഭക്ഷണവും വസ്ത്രധാരണവും മറക്കാതെ പുതുമയോടെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ അവസരം ഒരുക്കുന്നതും ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നവമാധ്യമങ്ങളിലൂടെ ഒരുപാട് മാറ്റങ്ങളാണ് ഇന്ന് ഈ മേഖലയിൽ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അടുത്തതായിട്ട് സംസ്കാരം സാമ്പ്രദായികമാണ്. കൾച്ചർ ഈസ് കസ്റ്റമറി എന്നാണ് പറയുന്നത്. ഇവിടെ തെയ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വടക്കൻ കേരളത്തിലെ ഒരു അനുഷ്ഠാന കലയാണ് തെയ്യം. വൈവിധ്യപൂർണമായ ചടങ്ങുകളാണ് തെയ്യത്തിനുള്ളത്. തെയ്യത്തിനുള്ള
അതിനുള്ള തീയതി നിശ്ചയിച്ച് തെയ്യം കൊട്ടുന്ന ആളെ കോലം കെട്ടാൻ ഏൽപ്പിക്കുന്ന ആദ്യത്തെ ചടങ്ങാണ് അടയാളം കൊടുക്കൽ. തെയ്യം കെട്ടുന്നയാൾ 1 മുതൽ 7 ദിവസം വരെ വ്രതമെടുക്കാറുണ്ട്. വർഷത്തിലൊരിക്കലാണ് കാവുകളിലും മറ്റും തെയ്യം കെട്ടിയാടുന്നത്. ആധുനിക കാലത്തും നിലനിൽക്കുന്ന തെയ്യം അനുഷ്ഠാനങ്ങളുടെ തുടർച്ചയും സാംസ്കാരിക പൊലിമയും വിളിച്ചോതുന്ന ഗ്രാമക്കാഴ്ചകളാണ്. അപ്പോൾ തെയ്യം എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്, എങ്ങനെയാണ് നടത്തുന്നത് എന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി തെയ്യത്തിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട ചില സമ്പ്രദായങ്ങളെ കുറിച്ച് വായിച്ചില്ലേ? എന്തൊക്കെയാണവ? ഒന്ന് തീയതി നിശ്ചയിക്കുക എന്നുള്ളതാണ് അല്ലേ. അതുപോലെ കോലം കെട്ടുക, അടയാളം കൊടുക്കൽ, വ്രതം എടുക്കൽ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും തെയ്യവുമായി ബന്ധപ്പെട്ട സമ്പ്രദായങ്ങൾ. തെയ്യം പോലുള്ള നിരവധി അനുഷ്ഠാന കലകൾ കേരളത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഇതുപോലെ നമ്മുടെ സമൂഹത്തിൽ നിരവധി സാമ്പ്രദായിക രീതികൾ നിലനിൽക്കുന്നുണ്ട്. അവ പൂർവികരിൽ നിന്നും പുതുതലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ തെയ്യം പോലുള്ള അനുഷ്ഠാന കലകളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനായി പാരമ്പര്യ കലാകാരന്മാരുമായി അഭിമുഖം സംഘടിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അഭിമുഖ ചോദ്യാവലി ടീച്ചറുടെ പിന്തുണയോട് കൂടിയിട്ട് തയ്യാറാക്കാനും പറയുന്നുണ്ട്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങൾ സംസ്കാരത്തിൻ്റെ ഏത് സവിശേഷതയുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് സൂചകങ്ങൾ? പടയണിയുടെ ചടങ്ങുകൾ, ഇവന്റ് മാനേജ്മെൻറ്റ്, അത്തപ്പൂക്കളം, സമാധാനത്തെ സൂചിപ്പിക്കുന്ന വെള്ള നിറം, എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തുചേർന്ന് ഓണസദ്യ കഴിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ബന്ധപ്പെട്ടത് എന്ന് പറയാം. ഒന്ന്, പഠിച്ചെടുക്കുന്നതാണ്. ഏതാണ്? അത്തപ്പൂക്കളം എന്ന് പറയുന്നത് പഠിച്ചെടുക്കുന്നതാണ്. ഇനി സാമ്പ്രദായികമാണ് എന്നുള്ളത് ഏതാണ്? പടയണിയുടെ ചടങ്ങുകളാണ്. ഇനി പ്രതീകം എന്ന് പറയുന്നത് സമാധാനത്തിനെ സൂചിപ്പിക്കുന്ന വെള്ള നിറം എന്ന് പറയുന്നത് അല്ലെ. കറുപ്പ് എന്ന് പറയുന്നത് ദുഃഖത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ പ്രതീകങ്ങളാണ്. ഇനി പങ്കുവെക്കുന്നതോ? എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തുചേർന്ന് ഓണസദ്യ കഴിക്കുന്നത് ഒരു പങ്കുവെക്കലാണ്. ചലനാത്മകമായിട്ടുള്ളത് ഏതാണ്? ഇവന്റ് മാനേജ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങളിതൊന്ന് എഴുതി കൊടുക്കുക. ഇനി സാംസ്കാരിക മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. സംസ്കാരം ചലനാത്മകമാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പം എല്ലാ സമൂഹത്തിനും സംസ്കാരമുണ്ട്. സമൂഹത്തിലെ അംഗങ്ങളുടെ വഴികാട്ടിയാണ് സംസ്കാരം. സംസ്കാരത്തിൻ്റെ ഘടകങ്ങൾ ഓരോ സമയത്തും മാറ്റങ്ങൾക്ക് വിധേയമാകാറുണ്ട്. നമ്മുടെ ഭക്ഷണ രീതിയിലും വസ്ത്രധാരണത്തിലും കുടുംബ ബന്ധങ്ങളിലും വിദ്യാഭ്യാസത്തിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇതിന് ഉദാഹരണമാണ്. ഭൗതികേതര സാംസ്കാരിക ഘടകങ്ങളിൽ കാലാകാലങ്ങളായിട്ട് ഉണ്ടാകുന്ന പരിവർത്തനത്തെയാണ് സാംസ്കാരിക മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റ് സംസ്കാരങ്ങളുമായി സമ്പർക്കത്തിലാകുമ്പോഴാണ് സാംസ്കാരികമായിട്ടും മുഖ്യമായി സംഭവിക്കുന്നത് അല്ലേ. സാംസ്കാരിക മാറ്റം ഉണ്ടാകുന്നത് മറ്റുള്ള ഇപ്പോൾ ഹൽദി എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല, നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്നതാണ്. അതൊക്കെ നമ്മുടെ സംസ്കാരവുമായിട്ട് ഇഴചേർന്ന് വന്നിട്ടുള്ളതാണ്. ഈ മാറ്റങ്ങൾ പ്രധാനമായും 3 രീതികളിലാണുള്ളത്. ഒന്ന്, സാംസ്കാരിക വ്യാപനം അഥവാ കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയും. ഇവിടെ ഒരു ഫ്രഷ് ആൻഡ് നീറ്റ് റെസ്റ്റോറൻറ്റിലെ ഒരു എന്താ പറയുക, അവിടുത്തെ വിഭവങ്ങളാണ് തന്നിട്ടുള്ളത്. ഊണ്, പുട്ട്, ചപ്പാത്തി, ദോശ, അപ്പം, നാന്, ചിക്കൻ കറി, അൽഫാം, മന്തി, സൂപ്പ് അല്ലേ. ഇതിലെന്താണ്? മന്തി, അതുപോലെ തന്നെ അൽഫാം, നാൻ, ഇതൊന്നും നമ്മുടെ സംസ്കാരത്തിൽ ഉണ്ടായിരുന്നതല്ല. അപ്പോൾ വിവിധ ഭക്ഷണ വിഭവങ്ങളുടെ മെനുവാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ കേരളത്തിൻ്റേതല്ലാത്ത വിഭവങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു അല്ലേ. ഏതാണ്? നാന്, അൽഫാം, മന്തി, എഗ്ഗ് നൂഡിൽസ്, പനീർ ബട്ടർ മസാല, ഇതൊന്നും നമ്മുടെ സംസ്കാരത്തിൽ ഉണ്ടായിരുന്നതല്ല. അപ്പോൾ കേരളത്തിൻ്റെ ഭക്ഷണ വിഭവങ്ങൾക്കൊപ്പം അന്യദേശങ്ങളിൽ നിന്നുള്ള വിഭവങ്ങൾ കൂടി നമ്മുടെ ഭക്ഷണ രീതിയിൽ കലർന്നതായിട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഒരു സംസ്കാരത്തിൻ്റെ തനത് സവിശേഷതകൾ മറ്റൊരു സംസ്കാരത്തിലേക്ക് കലരുന്നതാണ് സാംസ്കാരിക വ്യാപനം എന്ന് പറയുന്നത്. അപ്പോൾ വ്യത്യസ്ത സംസ്കാരങ്ങൾ തമ്മിൽ ഇടപഴകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റു സംസ്കാരങ്ങളിലേക്കും തിരിച്ചും ഈ വ്യാപനം സംഭവിക്കാം. കേരളത്തിൽ അതിഥി തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ അവരുടെ ഭക്ഷണ വിഭവങ്ങൾ ഇവിടെയും സുലഭമായി ലഭിക്കാൻ തുടങ്ങി. അഥവാ പാനിപൂരി, പനീർ ടിക്ക, താല്, അതുപോലെ തന്നെ താൽ മക്കനി, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഇതിന് ഉദാഹരണമാണ്. വസ്ത്രം, ഭാഷ, ആഘോഷം തുടങ്ങിയവയിലും മാറ്റങ്ങൾ പ്രകടമാണ്. ഇത്തരത്തിൽ വിവിധ സംസ്കാരങ്ങൾ സൗഹൃദപൂർവ്വം ഇടപഴകുമ്പോഴാണ് സാംസ്കാരിക വ്യാപനം സംഭവിക്കുന്നത്. ഇനി സാംസ്കാരിക വ്യാപനത്തിന് മറ്റു ഉദാഹരണങ്ങൾ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടെത്തുക. അപ്പോൾ ഈ മന്തി എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ളതാണ്. ഇനി അന്യ സംസ്കാരം ആർജിക്കൽ, അക്യുൾച്ചറേഷൻ എന്നാണ് പറയുന്നത്.
റിതി സ്വന്തം നാട്ടിലെ തീജ് ആഘോഷത്തിന് ശേഷം നമ്മോടൊപ്പം ഓണം ആഘോഷിച്ചില്ലേ? സ്വന്തം സംസ്കാരം പഠിച്ചെടുക്കുന്നതിനോടൊപ്പം മറ്റൊരു സ്ഥലത്തെ സംസ്കാരം കൂടി പഠിച്ചെടുക്കുകയാണ് റിതി. ഇങ്ങനെ മറ്റൊരു സംസ്കാരം പഠിച്ചെടുക്കുന്നതിനാണ് അന്യ സംസ്കാരം ആർജിക്കൽ എന്ന് നമ്മൾ പറയുന്നത്. മറ്റൊരു സംസ്കാരത്തിന്റെ സ്വാധീനത്താൽ സ്വന്തം സംസ്കാരത്തിന്റെ ഭാഗികമായ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. അതേസമയം സ്വന്തം സംസ്കാരത്തിന്റെ പല ഘടകങ്ങളും നിലനിർത്തുകയും ചെയ്യുന്നു. അപ്പോൾ അന്യ സംസ്കാരം ആർജിക്കലിന് കൂടുതൽ ഉദാഹരണങ്ങൾ ഏതാണ്? ഈ ഷോപ്പിംഗ് മാളിലെ സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം എന്താണ് അവിടെ പോയിട്ട് ഇങ്ങനെ എടുത്തു കഴിക്കില്ല, അതൊക്കെ എന്താണ് നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത സംസ്കാരങ്ങളായിരുന്നു. കല്യാണങ്ങളിൽ വന്ന മാറ്റങ്ങൾ, ഹൽദി, മെഹന്തി, അരിക്കുത്ത്, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇനി സാംസ്കാരിക സ്വാംശീകരണം, കൾച്ചർ അസിമിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് 5 വർഷം മുമ്പ് കുടിയേറിയവരാണ് വിനുവും കുടുംബവും. അവിടെ സ്ഥിരതാമസമായി 4 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് ഓസ്ട്രേലിയൻ പൗരത്വം ലഭിച്ചു. ആദ്യകാലങ്ങളിൽ അവിടുത്തെ കാലാവസ്ഥ, ഭാഷ, സാമൂഹിക രീതികൾ, ഭക്ഷണ രീതികൾ എന്നിവയോട് പൊരുത്തപ്പെടാൻ അവർക്ക് പ്രയാസമുണ്ടായിരുന്നു. ക്രമേണ അവർ ഓസ്ട്രേലിയൻ സംസ്കാര രീതികളുമായി പൊരുത്തപ്പെടുകയും ചെയ്തു. ഇപ്പോൾ കേരളത്തിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് തൊഴിൽ സംബന്ധമായി എത്തിച്ചേർന്ന വിനുവിൻ്റെ അനുഭവമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ അവിടുത്തെ സംസ്കാരവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ഘടകങ്ങളാണ് വിനുവിനും കുടുംബത്തിനും സ്വീകരിക്കേണ്ടി വന്നത്? എന്തൊക്കെയാണ്? കാലാവസ്ഥ, ഭാഷ, സാമൂഹിക രീതികൾ, ഭക്ഷണ രീതികൾ എന്നിവയൊക്കെ സ്വാംശീകരിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഓസ്ട്രേലിയയിൽ ജീവിക്കുന്നതിനായി അവിടുത്തെ ഭാഷ, ഭക്ഷണ രീതികൾ തുടങ്ങിയവ വിനുവിന് പഠിച്ചെടുക്കേണ്ടതായി വന്നു. ഇങ്ങനെ കേരളീയനായ വിനു ഓസ്ട്രേലിയയുടെ സംസ്കാരത്തിലേക്ക് മാറാൻ നിർബന്ധിതനായി. ഇത്തരത്തിൽ ഒരു ജീവിത രീതിയും സംസ്കാരവും മറ്റൊരു ജീവിത രീതിയിലേക്കും പ്രബല സംസ്കാരത്തിലേക്കും ഡോമിനന്റ് കൾച്ചറിൽ ആഗിരണം ചെയ്യപ്പെടാറുണ്ട്. ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തെ ഈ രീതിയിൽ കീഴ്പ്പെടുത്തുമ്പോഴാണ് സാംസ്കാരിക സ്വാംശീകരണം സംഭവിക്കുന്നത്. ഇതിലൂടെ ഒരു സംസ്കാരത്തിന്റെ തനത് പ്രത്യേകതകൾ ക്രമേണ നഷ്ടമാവുകയും മറ്റൊരു സംസ്കാരത്തിന്റെ രീതികൾ അതിന് പകരം വരികയും ചെയ്യും. അപ്പോൾ വ്യത്യസ്ത സംസ്കാരങ്ങൾ സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഒരു സാംസ്കാരിക മാറ്റങ്ങളാണ് അന്യ സംസ്കാരം ആർജിക്കലും സാംസ്കാരിക സ്വാംശീകരണവും. എന്നാൽ ഒരു പ്രബല സംസ്കാരവുമായി വ്യക്തികൾ എങ്ങനെ പെരുമാറണം, അക്കോമഡേഷൻ എന്നതിൽ ഇവർ രണ്ടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇവിടെ നോക്കൂ, റിതിയുടെ കുടുംബം കേരളത്തിൽ താമസമാണെങ്കിലും അവരുടെ സ്വന്തം സംസ്കാര രീതികൾ നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ പ്രബല സംസ്കാരവുമായിട്ട് അവർ പൊരുത്തപ്പെടുകയാണ് ചെയ്തത് അല്ലെ. തീജ് ആഘോഷം അവർ പങ്കെടുത്തു, ഓണവും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തികളോ സംഘടനകളോ തങ്ങളുടെ സ്വന്തം സംസ്കാരത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രബല സംസ്കാരവുമായി പൊരുത്തപ്പെടുന്നതാണ് അന്യ സംസ്കാരം ആർജിക്കൽ എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിലോ വിനു കുടുംബവും സ്വന്തം സംസ്കാര രീതികളിൽ നിന്നും മാറി ഓസ്ട്രേലിയയിലെ പ്രബല സംസ്കാര രീതികൾ സ്വാംശീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വ്യക്തികളോ സംഘങ്ങളോ പ്രബല സംസ്കാരത്തിലേക്ക് പൂർണ്ണമായും ആഗിരണം ചെയ്യപ്പെടുന്ന സംസ്കാര സ്വാംശീകരണം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അന്യ സംസ്കാരം ആർജിക്കലും സാംസ്കാരിക സ്വാംശീകരണം വ്യക്തമാക്കുന്ന ഒരു കഥാസന്ദർഭത്തിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ അന്യ സംസ്കാരം ആർജിക്കല്, സാംസ്കാരിക സ്വാംശീകരണം, സാംസ്കാരിക വ്യാപനം എന്നിവ സമൂഹത്തിലെ ആന്തരിക ഘടകങ്ങളുടെ ഇന്റേണൽ ഫാക്ടേഴ്സിന്റെ സ്വാധീനവുമായി സംഭവിക്കുന്ന കാര്യമാണ്. എന്നാൽ ബാഹ്യ ഘടകങ്ങളും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും സാംസ്കാരിക മാറ്റത്തിന് കാരണമാകാറുണ്ട് അല്ലേ. ഇപ്പോൾ സാംസ്കാരിക നവീകരണം എന്ന് പറയുന്നത് പാരിസ്ഥിതിക വ്യതിയാനം തുടങ്ങിയവ സാംസ്കാരിക മാറ്റങ്ങൾ കാരണമാകുന്ന ബാഹ്യ ഘടകങ്ങളാണ്. ഈ ബാഹ്യ ഘടകങ്ങൾ സാംസ്കാരിക മാറ്റത്തിന് കാരണമാകുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഇപ്പോൾ നോക്കൂ, സാംസ്കാരിക നവീകരണം, സാംസ്കാരിക മാറ്റവും. ഇപ്പോൾ ഇവിടെ വിവിധ തരം അടുപ്പുകളാണല്ലേ. ആദ്യം നമ്മൾ ഉപയോഗിച്ചിരുന്നത് വിറക് അടുപ്പുകളാണ്, പിന്നെ അത് മണ്ണെണ്ണ അടുപ്പിലേക്ക് മാറി, പിന്നെ അത് മണ്ണെണ്ണ അടുപ്പ് പ്രഷറിലേക്ക് മാറി, പിന്നെ ഗ്യാസ് അടുപ്പിലേക്ക് മാറി, ഇൻഡക്ഷൻ അടുപ്പിലേക്ക് മാറി, ഇപ്പോൾ അവനാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലേക്ക് മാറുന്ന ഒരു രീതിയാണ് അവിടെ സാംസ്കാരിക നവീകരണവും അവിടെ മാറ്റത്തിലേക്ക് വഴിവെക്കുന്നത്. പാചകത്തിനായി ഉപയോഗിക്കുന്ന വിവിധതരം അടുപ്പുകളുടെ ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്. സാങ്കേതിക വിദ്യയുടെ വികാസത്തോടെ അടുപ്പുകളുടെ നിർമ്മാണത്തിലും പാചക രീതിയിലും മാറ്റങ്ങളുണ്ടായി. ഇത് നമ്മുടെ ഭക്ഷണ സംസ്കാരത്തെ ഗണ്യമായി സ്വാധീനിച്ചു. സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന വികാസങ്ങൾ സാംസ്കാരിക നവീകരണങ്ങൾക്ക് ഇടയാകുന്നുണ്ട്. ഇന്ന് ഭക്ഷണം വാങ്ങുന്നതിനായി ഓൺലൈൻ സംവിധാനത്തെ കൂടുതലായി ഉപയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പോൾ ഇവിടെ സാങ്കേതിക വിദ്യയുടെ വികാസം സാംസ്കാരിക നവീകരണത്തിന് കാരണമാകുന്നതിന് കൂടുതൽ ഉദാഹരണങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. ഇവിടെ നോക്കൂ, പാരിസ്ഥിതികമായിട്ട് എന്തൊക്കെ വ്യതിയാനങ്ങളാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് കാരണമാകുന്നത്. ഇവിടെ എന്താണ്, നമ്മുടെ വയനാട്ടിൽ നടന്നിട്ടുള്ള സംഭവമാണ് അല്ലേ. മറ്റൊന്ന് വരൾച്ചയാണ് അല്ലേ. അപ്പോൾ മറ്റൊന്ന് പ്രളയമാണ്.
ഉരുൾപൊട്ടൽ, വരൾച്ച, പ്രളയം, ഉയരുന്ന സമുദ്രജലനിരപ്പ് തുടങ്ങിയവ ജനങ്ങൾക്ക് സ്വന്തം പ്രദേശത്ത് നിന്നും മറ്റൊരിടത്തേക്ക് മാറി താമസിക്കേണ്ട സാഹചര്യങ്ങൾ സൃഷ്ടിക്കും അല്ലേ. ഇപ്പോൾ വയനാട്ടിലുള്ളവരൊക്കെ ഒരുപാട് അവിടെ നിന്നും താമസം മാറി അല്ലേ. അപ്പോൾ ഇത് അവരുടെ ദൈനംദിന ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താണ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ പാരിസ്ഥിതിക ഘടകങ്ങൾ സാംസ്കാരിക മാറ്റത്തിന് കാരണമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിലെ ആന്തരിക ഘടകങ്ങൾ, ബാഹ്യ ഘടകങ്ങൾ ഒന്ന് നോക്കാം. ആന്തരിക ഘടകങ്ങൾ ഒന്ന് സാംസ്കാരിക വ്യാപനം, അന്യ സംസ്കാരം ആർജിക്കൽ, സാംസ്കാരിക സ്വാംശീകരണം എന്നിവയൊക്കെയാണ്. ബാഹ്യ ഘടകങ്ങളായിട്ട് വരുന്നത് സാംസ്കാരിക നവീകരണം, പാരിസ്ഥിതിക വ്യതിയാനം എന്നിവയൊക്കെയാണ്. ഇനി സാംസ്കാരിക മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന വാർത്താ തലക്കെട്ടുകൾ പട്ടികയിൽ ക്രമീകരിക്കാനാണ് പറയുന്നത്. ഒന്ന്, പ്രകൃതി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ ടൗൺഷിപ്പ് നിർമ്മിച്ച് നൽകും. ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സാംസ്കാരിക സ്വാംശീകരണവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ 1 എന്നുള്ള നമ്പർ ഇവിടെ കൊടുക്കാം. ഇനി എല്ലാ BPL കുടുംബങ്ങൾക്കും അടുക്കള നവീകരണത്തിന് സർക്കാർ പദ്ധതി. ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞൊന്ന് തെറ്റിപ്പോയി. പ്രകൃതി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ ടൗൺഷിപ്പ് നിർമ്മിച്ച് നൽകുകയാണല്ലോ. അപ്പോൾ അവിടെ ബാഹ്യമായിട്ടുള്ള മാറ്റമാണ്, അഥവാ പാരിസ്ഥിതിക വ്യതിയാനം കൊണ്ടുണ്ടായതാണ്. അപ്പോൾ അത് 1 ഇവിടെയാണ്, പാരിസ്ഥിതിക വ്യതിയാനത്തിലാണ് വരേണ്ടത്. ഇനി 2, എല്ലാ BPL കുടുംബങ്ങൾക്കും അടുക്കള നവീകരണത്തിന് സർക്കാർ പദ്ധതി എന്നുള്ളതാണ്. ഇതെന്താണ്? ഒരു സാംസ്കാരിക നവീകരണമാണ് അവിടെ സംഭവിക്കുന്നത് അല്ലേ. അടുക്കള നവീകരണമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ സാംസ്കാരിക നവീകരണത്തിൽ എഴുതി കൊടുക്കുക. മൂന്നാമത്തേത്, നിറങ്ങൾ വാരി വിതറി മലയാളികളും ഹോളി ആഘോഷിച്ചു. അവിടെ എന്താണ്? ഹോളി ആഘോഷം എന്ന് പറയുന്നത് മറ്റുള്ള സംസ്കാരം വ്യാപിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ സാംസ്കാരിക വ്യാപനത്തിലാണത് വരേണ്ടത്. ഇനി വിദേശ പൗരത്വം നേടുന്ന മലയാളികളുടെ എണ്ണത്തിൽ വർധനവ്, അതേതുമായി ബന്ധപ്പെട്ടതാണ്? അവിടെ അന്യ സംസ്കാരങ്ങൾ ആർജിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ അന്യ സംസ്ഥാനം ആർജിക്കൽ എന്നതിലേക്ക് 4 എന്ന് എഴുതി കൊടുക്കുക. ഇനി അടുത്തത്, ഹോളിയും ഓണവും ഒരുപോലെ ആഘോഷിച്ച് അതിഥി തൊഴിലാളികൾ. അവിടെ 2 സംസ്കാരമാണ് അവിടെ സ്വാംശീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാംസ്കാരിക സ്വാംശീകരണം എന്നതിലേക്ക് എഴുതി കൊടുക്കുക. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ ഇത് എഴുതേണ്ടത്. ഇനി മനുഷ്യ ജീവിതത്തിൽ ചലനാത്മകവും അവിഭാജ്യവുമായ ഘടകമാണ് സംസ്കാരം എന്ന് പറയുന്നത്. സംസ്കാരം ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നു. വിവിധ സംസ്കാരത്തിലുള്ള ജനവിഭാഗങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നതാണ് സാമൂഹിക ജീവിതത്തിന്റെ സൗന്ദര്യവും നന്മയും എന്ന് പറയുന്നത്. അതിനാൽ വ്യത്യസ്ത സംസ്കാരങ്ങളോട് ബഹുമാനവും സഹിഷ്ണുതയും ഉണ്ടാകേണ്ടതും സാംസ്കാരിക ഐക്യം പ്രോത്സാഹിപ്പിക്കേണ്ടതുമാണ്. അപ്പോൾ സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടേത് മാത്രമല്ല, മറ്റുള്ള സംസ്കാരത്തെ പോലും നമ്മളൊരു നല്ല രീതിയിലല്ലാത്ത രീതിയിൽ നമ്മൾ കാണാൻ പാടില്ല. അവരോട് ഐക്യമായിട്ടും ബഹുമാനത്തോടും കൂടിയിട്ടും വേണം നമ്മൾ നിൽക്കാൻ. നമുക്ക് വേണമെങ്കിൽ അത് സ്വാംശീകരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സംസ്കാരവുമായിട്ട് മുറുകെ പോവുകയും ചെയ്യാം. നമ്മുടെ സംസ്കാരം നമ്മൾ ഒരിക്കലും കൈവിട്ട് കളയരുത്, അതിന് നമ്മൾ മുറുകെ പിടിക്കുക തന്നെ വേണം. ഇനി ഇതിലെ തുടർ പ്രവർത്തനങ്ങളാണ് വിവിധ സംസ്കാരങ്ങളിലെ ഭക്ഷണം, വസ്ത്രധാരണം, പാരമ്പര്യം എന്നിവ പ്രതിഫലിപ്പിക്കുന്ന കൊളാഷ് തയ്യാറാക്കാനാണ്. വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ഏതെങ്കിലും ഒരു ആഘോഷത്തെ ആസ്പദമാക്കി ലഘുനാടകം സംഘടിപ്പിക്കുക. വിവിധ സംസ്കാരങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന സാംസ്കാരികോത്സവം വിദ്യാലയത്തിൽ സംഘടിപ്പിക്കൂ. കേരളത്തിന് പുറത്തു നിന്നും വിദേശത്തു നിന്നും പഠനത്തിനായി എത്തുന്ന വിദ്യാർത്ഥികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് സാംസ്കാരിക കൂട്ടായ്മയും ചർച്ചകളും ഉൾപ്പെടുത്തുക. ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട, സ്കൂളും നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യുക. അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് 6ാമത്തെ പാഠഭാഗമാണ്, കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് കൃഷി ഉണ്ടായിരുന്നത്, എങ്ങനെയൊക്കെയാണ് അത് മാറി വ്യവസായത്തിലേക്ക് നമ്മൾ ഇന്ന് എത്തിച്ചേർന്ന രീതിയിലേക്ക് മാറിയത് എന്നതൊക്കെ നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ പഠിക്കാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.